നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു വലിയ ബ്രാൻഡ് നെയിം ആയിരിക്കാം, വലിയ ഫാമിലി ആയിരിക്കാം, ഒരുപാട് അസറ്റ്സ് ഉണ്ട്, ഭയങ്കര ലാവിഷ് ലൈഫ് സ്റ്റൈലൊക്കെയാണ്. ബട്ട് വെൻ യു ഗോ ഇൻസൈഡ് യു വിൽ ഫൈൻഡ് ദാറ്റ് ദേ ഹാവ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ബിക്കോസ് ദേ ഡോണ്ട് സ്പീക്ക്. കാരണം പലതും ഫാദറിനോട് പറയാൻ പറ്റില്ല. അതെങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർ വേറെ രീതിയിലെടുക്കും, അല്ലെങ്കിൽ ബ്രദേഴ്സ് അത് വേറെ രീതിയിലെടുക്കും, അല്ലെങ്കിൽ ജ്യേഷ്ഠത് വേറെ രീതിയിലെടുക്കും. കാരണം ഫാമിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹബ് ഓഫ് ഇമോഷൻസ്. ഏത് ഒരു ഫാമിലി മെമ്പറായി ഞാനും നിങ്ങളിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് ഇമോഷൻ, ദർ ഈസ് ബയാസ്, ദർ ഈസ് പ്രിജുഡീസ്, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി വാട്ട് എവർ ഇറ്റ് ഈസ് ദർ. ഈ ഒരു സംഗതി ആണ് പല ന്യൂ ജനറേഷന് അവരെ ഫാമിലി ബിസിനസ് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ലാത്തത്. കാരണം വെറുതെ അവിടെ പോയിട്ട് എൻ്റെ ഫാമിലിൻ്റെ ഫ്യൂച്ചർ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന നേരം കൊണ്ട് ഞാൻ പോയിട്ട് വേറെ സാധനം ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വേറെ ഒരു ജോലിക്ക് പോയിക്കോളാം. ഇത് എങ്ങനെ വെച്ചാൽ എന്താ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് വിടും. ഇതെല്ലാം മക്കളോട് തീരുമാനിക്കും. അവന് ഇയാൾ ഒറ്റക്കായി. ആൻഡ് ഹി വിൽ തിങ്ക്, ദ ഫൗണ്ടർ വിൽ തിങ്ക് മക്കൾക്കൊന്നും ഒരു താല്പര്യമില്ല, പിന്നെ ഇതൊക്കെ ഞാൻ ആർക്കും ഉണ്ടാക്കുന്നത്. ഹീ ഈസ് ദ കൾപ്രിറ്റ്. അദ്ദേഹം ചെയ്യേണ്ട പണികൾ അദ്ദേഹം ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. മറിച്ച് നമ്മൾ ഒരു പോളിസി ഉണ്ടാക്കുകയാണ്, ഒരു എംപ്ലോയ്മെൻറ്റ് പോളിസി ഉണ്ടാക്കുകയാണ്, ഒരു ഡിവിഡൻഡ് പോളിസി ഉണ്ടാക്കുകയാണ്, ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പോളിസി ഉണ്ടാക്കുകയാണ്. ആ പോളിസി ഉണ്ടാക്കിയിട്ട് ആ പോളിസിൻ്റെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ ദർ ഈസ് ക്ലാരിറ്റി.